ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മഴയെ നനഞ്ഞ് ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നേ? ഞങ്ങൾ പോകുന്നത് ലുലു മോളിലേക്കാണ്. പോകാൻ ഒരു കാരണമുണ്ട്. കാരണം ഈ നടന്നു വരുന്ന എന്റെ ബർത്ത്ഡേ ആണ് ജൂൺ 6-ാം തീയതി. അത് സെലിബ്രേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ലുലുവിലേക്ക് പോയത്. എന്തായാലും നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഇതെന്റെ മോനാണ്. മോന്റെ പേര് വിഹാൻ. ഇതെന്റെ പൊന്നുമോൾ. മോളുടെ പേര് വൃത്തിക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്റെ വീഡിയോക്ക് പിന്നിലെ, എന്റെ ഈ ചിരിക്ക് പിന്നിലെ ആ കരുത്തിന്റെ ശക്തിയാണ്. ഇതാണ് എന്റെ ഹസ്ബൻഡ്. ഇതൊക്കെയാണ് എന്റെ ജീവിതത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇനിയുമുണ്ട്, നമുക്ക് അവരെയൊക്കെ വഴിയെ പരിചയപ്പെടാം. എനിക്കൊരു ജോഡി ഡ്രസ്സ് ഗിഫ്റ്റ് ചെയ്യാനാണ് ഇവർ ഈ തുണികൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കുന്നത്. പക്ഷെ ഇവിടുന്ന് ഡ്രസ്സ് എടുക്കാൻ ഞാൻ സമ്മതിച്ചില്ല. കാരണം ഇവിടുന്ന് വാങ്ങുന്ന ഒരു ഡ്രസ്സിന്റെ പൈസയ്ക്ക് ഞാൻ ഓൺലൈനിൽ നിന്ന് 5-6 ഡ്രസ്സ് വാങ്ങും. ഡ്രസ്സ് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് നല്ലൊരു ഫോൺ വാങ്ങിത്തരാമെന്നായി. കാരണം ഞാൻ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് ഹസ്ബൻഡിന്റെ ഐഫോണിൽ നിന്നാണ്. പക്ഷെ എനിക്കിപ്പോ പുതിയൊരു ഫോണിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അങ്ങനെ ഞാൻ ഫോണും വേണ്ട എന്ന് പറഞ്ഞു. അടുത്ത് എന്ത് വാങ്ങുമെന്ന് ആലോചിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ലുലുവിലുള്ള റോബോട്ടിനെ ഞങ്ങൾ കണ്ടത്. ഈ റോബോട്ട് ഇവിടുത്തെ ഒരു വഴികാട്ടിയാണ്. നമുക്ക് പോകാനുള്ള സ്റ്റോറിന്റെ പേര് എൻ്റർ ചെയ്ത് കൊടുത്താല് ആ സ്റ്റോറിന്റെ ഫ്രണ്ടിൽ നമ്മളെ ഈ റോബോട്ട് കൊണ്ട് എത്തിക്കും. റോബോട്ടിനെ കണ്ടതും എല്ലാവരും പിന്നെ അതിന്റെ പുറകെയായി. പിള്ളേർക്കാണെങ്കിൽ റോബോട്ടിനെ ഒന്ന് തൊടാനായിട്ട് ഭയങ്കര ആഗ്രഹത്തോടെ ഓടി നടക്കുകയായിരുന്നേ. അങ്ങനെ റോബോട്ടിന്റെ പുറകെയൊക്കെ നടന്ന് തളർന്നപ്പോഴത്തേക്കും എന്തെങ്കിലും കഴിക്കാനായി. കാരണം ഉച്ചയായിരുന്നു, അത്രത്തോളം വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് പിസ്സ ഭയങ്കര ഇഷ്ടമാണ്. വല്ലപ്പോഴും ലുലുവിലൊക്കെ വരുമ്പോഴാണ് അവർക്ക് പിസ്സ വാങ്ങി കൊടുക്കാറുള്ളത്. അതുകൊണ്ട് കുട്ടികൾ രണ്ടുപേരും പിസ്സയാണ് ഓർഡർ ചെയ്ത് കഴിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ പിസ്സയോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് പിസ്സ ഇഷ്ടമല്ല സത്യത്തില്. അതുകൊണ്ട് ഞങ്ങള് സിസിലേഴ്സ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പുകയോടുകൂടി വരുന്നതാണ് സിസിലേഴ്സ്. ഇതിൽ വെജിറ്റബിൾസും ചിക്കനും ബീഫും സോസേജും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ 4 പേര് ഒരുപോലെ ആഞ്ഞു ശ്രമിച്ചപ്പോ പ്ലേറ്റ് കാലിയായത് പോലും ഞങ്ങൾ അറിഞ്ഞില്ല. കാരണം എല്ലാവർക്കും ഇത് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ കൂടുതലും ഇതിൽ ചിക്കൻ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചേട്ടൻ ബീഫാണ് കഴിച്ചത്. മക്കള് ഫ്രഞ്ച് ഫ്രൈസും ഗ്രീൻ പീസും ബ്രൊക്കോളിയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഡ്രസ്സും ഫോണോ ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും എനിക്ക് ഈ ഫുഡ് നല്ലോണം ഇഷ്ടമായി. അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ. എന്തായാലും ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളെ വയറൊന്നും ഫില്ലായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങള് ഒരു കപ്പ് ചായയും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കോഫിയും കൂടെ കുടിച്ചു. ഇത് കഴിഞ്ഞിട്ട് എവിടെ പോണോന്ന് പ്ലാൻ ചെയ്തിരിക്കുമ്പോഴാണ് കുട്ടികൾക്ക് ഫണ്ടൂറയിൽ കയറണമെന്ന് പറഞ്ഞത്. പിന്നെ അവരെ കൊണ്ട് ഫണ്ടൂറയിലേക്കാണ് ഞങ്ങൾ അടുത്തതായിട്ട് പോയത്. ഇത് ഫണ്ടൂറയുടെ ഗെയിമിംഗ് സെക്ഷനിൽ വെച്ചിരിക്കുന്ന ടോയ്സ് ഒക്കെയാണ്. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതിനകത്തോട്ട് കയറിയ 2 പേരുടെയും പിറകെ ഓടലാണ് എന്റെ മെയിൻ പരിപാടി. കാരണം ഓരോ ഗെയിംസിലും കയറാനായിട്ട് 2 പേരും 2 വഴിക്കാണ് ഓടുന്നത്. എന്തായാലും 2 പേരും ഒരുമിച്ചിരുന്ന് കളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ഗെയിംസിലെല്ലാം ഓടി നടന്ന് കയറുന്നുണ്ടായിരുന്നു. ഞാൻ അതെല്ലാം നോക്കി കുട്ടികളോടൊപ്പം കുറെ നേരം അവിടെ നിന്നു. ഉച്ചയ്ക്ക് കാര്യമായിട്ട് കഴിക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വിശക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കോംബോ ഓഫറിൽ ബർഗറും ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ഒരു കോഫിയും ഒക്കെ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്നില്ല. ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ്. അങ്ങനെ ബർത്ത്ഡേ ആഘോഷം എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഹസ്ബൻഡും മക്കളും കൂടെ എനിക്കൊരു വേറൊരു സർപ്രൈസ് ഒരുക്കി. അത് വേറൊന്നും ആയിരുന്നില്ല, ബർത്ത്ഡേ വിഷൊക്കെ എഴുതിയ നല്ലൊരു കേക്ക് ആയിരുന്നേ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ ബർത്ത്ഡേ എനിക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം എന്നോടൊപ്പം ഈ വർഷം ബർത്ത്ഡേ ആഘോഷിക്കാൻ നിങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് എന്റെ ജീവിതത്തിലെ ചെറിയ വലിയ ആഘോഷങ്ങളും വിശേഷങ്ങളും. എന്തായാലും ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.